ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما ومن يهاجر ആരെങ്കിലും പലായനം ചെയ്താൽ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്താൽ യജിദ് ഫിൽ അർദ് അവൻ ഭൂമിയിൽ എത്തിക്കുന്നതാണ് മുറാഗമൻ കസീറാ ധാരാളം സ്ഥലങ്ങളിൽ എത്തിക്കുന്നതാണ് വസഅ വലിയ വിശാലതയും എത്തിക്കുന്നതാണ് ومن يخرج من بيته مهاجرا إلى الله ورسوله ആരെങ്കിലും അല്ലാഹുവിലേക്കും റസൂലിലേക്കും പലായനം ചെയ്യുന്നവനായി അവൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ ثم يدركه الموت ശേഷം അവനെ മരണം പിടികൂടുകയും ചെയ്താൽ ഫഖദ് വഖഅ അജ്റുഹു അവൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു അലല്ലാഹ് അല്ലാഹുവിൻ്റെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു വകാന അല്ലാഹു ഗഫൂറർ റഹീമാ അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് വലിയ സന്തോഷ വാർത്തകളാണ് ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്നത്. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة പലായനം ഹിജ്റ എന്ന് പറയുന്നത് തൻ്റെ നാടും വീടും സൗകര്യങ്ങളുമെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതിൽ നിന്നും യാത്ര തിരിക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിൽ സമ്പത്തുണ്ടായിരിക്കുകയില്ല, സൗകര്യമുണ്ടായിരിക്കുകയില്ല, പറമ്പോ വീടോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, ഹിജ്റ എന്നുള്ളത് ബാഹ്യമായി 100-ൽ നിന്നും വട്ടപൂജ്യത്തിലേക്കുള്ള ഒരു യാത്രയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് വട്ടപൂജ്യത്തിൽ നിന്ന് 100-ലേക്കുള്ള ഒരു ഉജ്ജ്വലമായ പ്രയാണമാണ്. ومن يهاجر في سبيل الله يجد في الأرض مراغما ആരെങ്കിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്താൽ അതിന് നിബന്ധനയാണ് പടച്ചവൻ്റെ മാർഗത്തിലായിരിക്കണം, പടച്ചവൻ്റെ പൊരുത്തത്തെ കരുതിക്കൊണ്ടായിരിക്കണം. അങ്ങനെ ആരെങ്കിലും പലായനം ചെയ്താൽ യജിദ് ഫിൽ അർദി മുറാഗമൻ കസീറാ അവൻ ധാരാളം സ്ഥലങ്ങളെ ഭൂമിയിൽ കണ്ടെത്തുന്നതാണ്. പടച്ചവനവന് ധാരാളം സ്ഥലം കൊടുക്കുന്നതാണ്. മക്ക മുക്കറമ
ആദരണീയവും അതുപോലെ സുന്ദരവും പ്രിയങ്കരവുമായ നാടായിരുന്നു. മഹാന്മാരായ സഹാബികൾ മനസ്സോടെ ആ നാടിനെ വിട്ടു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനത്തുർ റസൂൽ എന്ന വളരെ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമായ നാടും വീടും സ്ഥലവും അവർക്ക് നൽകി. മുറാഗമൻ കസീറൻ വസഅ, ധാരാളം സ്ഥലങ്ങളെയും വിശാലതകളെയും അവൻ എത്തിക്കുന്നതാണ്. ഇത് പലായനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് അത്തരം പലായനമില്ല എന്ന് പറയപ്പെട്ടു. പക്ഷേ മറ്റൊരു പലായനമായ പാപങ്ങളെ ഉപേക്ഷിക്കൽ എന്ന പലായനത്തിലും അല്ലാഹു തആല ഇതേ രീതിയിൽ ഫലം നൽകുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും പടച്ചവൻ്റെ മാർഗത്തിൽ വല്ലതും ത്യാഗം ചെയ്താൽ അബ്ബലഹുല്ലാഹു ഖൈറൻ മിന്ന, അല്ലാഹു തആല അതിനേക്കാളും മെച്ചമായത് അവന് പകരം നൽകുന്നതാണ്. അല്ലാഹു നല്ല സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു വിഷയമായ വഴക്കുകൾ, കുടുംബ വഴക്കുകൾ, അനന്തര സ്വത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, അതിൽ ആരെങ്കിലും ഉദാരതയുടെ സമീപനം സ്വീകരിച്ചു, അല്ലാഹു തആല അവർക്ക് ഉന്നതമായ പകരം നൽകുന്നതാണ്, വലിയ വിശാലത നൽകുന്നതാണ്. അനുഭവങ്ങൾ തന്നെ സാക്ഷിയായിട്ടുള്ള കാര്യമാണ്. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة. ഇതാണ് ഒന്നാമത്തെ വിഷയം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗത്തിന് അള്ളാഹു ഈ ലോകത്ത് തന്നെ വലിയ പകരം നൽകുന്നതാണ്. പരലോകത്തിലോ ഉന്നതമായ പ്രതിഫലം അവരെ കാത്തിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله. ആരെങ്കിലും അല്ലാഹുവിലേക്കും റസൂലിലേക്കും പലായനം ചെയ്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിച്ചു, പക്ഷേ വഴിയിൽ വെച്ച് മരണം അവരെ പിടികൂടി, എന്നാൽ അവൻ്റെ ഹിജ്റയുടെ പ്രതിഫലം പടച്ചവൻ്റെ അരികിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അതായത് അവൻ മുഹാജിർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ എന്ത് വലിയ കാരുണ്യമാണിത്. ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു, മക്കയിൽ നിന്നും പുറപ്പെട്ടു, മദീനയിലെത്തിയില്ല, അതിനു മുമ്പായി മരണം സംഭവിച്ചു, ലോകനീതി അനുസരിച്ച് അദ്ദേഹത്തെ പലായനം ചെയ്ത വ്യക്തിയായിട്ട് ഗണിക്കപ്പെടുകയില്ല. പക്ഷേ പടച്ചവൻ പറയുന്നു, പടച്ചവൻ്റെ കാരുണ്യത്തിൽ അദ്ദേഹം പലായനം ചെയ്ത ഉന്നത വ്യക്തിത്വമാണ്. ഇവിടെ നിന്നും പണ്ഡിതന്മാർ വിശാലമായ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ആരെങ്കിലും ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് വന്നു, പക്ഷേ മസ്ജിദിലെത്തിയപ്പോഴാണ് അറിയുന്നത് നമസ്കാരം നേരത്തെ കഴിഞ്ഞുവെന്ന്. അല്ലാഹു തആല അവന് ജമാഅത്തിന് കൂലി കൊടുക്കുന്നതാണ്. ജമാഅത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും വന്നു, അങ്ങനെയുള്ളവരല്ല. മറിച്ച് സാധാരണ 5:30 മണിക്കാണ് സുബഹിയുടെ നമസ്കാരം നടക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ദിവസം അതിനേക്കാളും നേരത്തെ നടന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്, ജമാഅത്തിനെ ആഗ്രഹിച്ചു വന്നു, അല്ലാഹു ജമാഅത്തിന് കൂലി കൊടുക്കുന്നതാണ്. ഇതുപോലെ ആരെങ്കിലും
ദീനിൻ്റെ വിജ്ഞാനം പഠിക്കുന്നു, പൂർണ്ണത പ്രാപിക്കാൻ സാധിച്ചില്ല, അല്ലാഹു തആല ആലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും അല്ലാഹു നമുക്ക് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാനുള്ള ആഗ്രഹവും ആ വഴിയിൽ പരിശ്രമവും നൽകി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ളിൻ്റെ മഹത്വം മനസ്സിലാക്കി പഠിക്കാൻ ആരംഭിച്ചു, എന്നാൽ ആ പഠനയാത്രയ്ക്കിടയിൽ മരണം സംഭവിച്ചു. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഹാഫിളീങ്ങളുടെ കൂട്ടത്തിൽ അവനെ യാത്രയാക്കുന്നതാണ്. وَمَنْ يَخْرُجْ مِنْ بَيْتِهِ مُهَاجِرًا إِلَى اللَّهِ وَرَسُولِهِ ثُمَّ يُدْرِكْهُ الْمَوْتُ فَقَدْ وَقَعَ أَجْرُهُ عَلَى اللَّهِ. അതുപോലെ ഒരാൾ ഒരു നന്മ അത് പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അതിനു മുമ്പായി മരണം സംഭവിച്ചു. അല്ലാഹു തആല പൂർത്തിയാക്കിയതിന് ഗണത്തിൽ പെടുത്തുന്നതാണ്. ഇത് പടച്ചവൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ദർശനമാണ്. وَمَنْ يَخْرُجْ مِنْ بَيْتِهِ مُهَاجِرًا إِلَى اللَّهِ وَرَسُولِهِ ثُمَّ يُدْرِكْهُ الْمَوْتُ فَقَدْ وَقَعَ أَجْرُهُ عَلَى اللَّهِ. ആരെങ്കിലും അവൻ്റെ വീട്ടിൽ നിന്നും അല്ലാഹുവിലേക്കും റസൂലിലേക്കും പലായനം ചെയ്യാൻ പുറപ്പെട്ടു, വല്ല നന്മകളിലേക്കും അവൻ നീങ്ങി, ثُمَّ يُدْرِكُهُ الْمَوْتُ, പക്ഷേ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായി മരണം സംഭവിച്ചു. ആ നന്മ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി മരണം സംഭവിച്ചാൽ فَقَدْ وَقَعَ أَجْرُهُ عَلَى اللَّهِ. അല്ലാഹുവിൻ്റെ അരികിൽ അവന് വലിയ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. وَكَانَ اللَّهُ غَفُورًا رَحِيمًا. അല്ലാഹു വീഴ്ചകൾ മാപ്പാക്കുന്നവനാണ്, വലിയ കരുണയുള്ളവനാണ്. അതുകൊണ്ട് പടച്ചവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നന്മകളിൽ പിന്നിട്ട് നിൽക്കാതെ മുന്നോട്ട് വരിക. ഒന്നെങ്കിൽ പടച്ചവൻ്റെ ഉദവിയുണ്ടായി നിങ്ങൾ നന്മയുടെ അന്ത്യത്തിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ ആ വഴിയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അപ്പോഴും അല്ലാഹു തആല നിങ്ങൾക്ക് ആ നന്മയുടെ സമ്പൂർണ്ണ പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.